ചേട്ടാ, വന്ദേ മാതരം എന്ന നമ്മുടെ ദേശീയ ഗീതത്തെ രാഷ്ട്രീയവൽക്കരിച്ച് നമ്മുടെ നെഹ്റു കുടുംബത്തിന്റെ ഭാഗമായ പ്രിയങ്ക ഗാന്ധി ഇന്നലത്തെ കുരുത്ത് തകരെയാണ് രാഷ്ട്രീയത്തില്. നമ്മുടെ പാർലമെന്റില് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. ആ ഒരു വിഷയത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഇല്ല, വന്ദേ മാതരം വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കറിയാം, ഇത് വന്ദേ മാതരം ദേശീയ ഗീതമായിട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതെ, യഥാർത്ഥത്തിൽ അങ്ങനെ ദേശീയ ഗാനമെന്നോ ദേശീയ ഗീതമെന്നോ ഉള്ളതുണ്ടോ? ദേശീയ ഗാനം എന്നുള്ളത് മാത്രം തന്നെയല്ലേ ഉള്ളൂ. അതെ, അത് ദേശീയ ഗീതം ആക്കേണ്ടി വന്നത് എന്തുകൊണ്ടാണ് ശരിക്കും യഥാർത്ഥത്തിൽ? അതെ, അത് അത് തന്നെ നമുക്കറിയാം. ഒരു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു വ്യക്തികളെയും മാതാവായി സ്വീകരിക്കാൻ കഴിയാത്ത ഒരു സമൂഹം നമ്മുടെ മുമ്പിലുണ്ട്, അല്ലെ? അതെ. അപ്പൊ ആ ഒരു ഏകദൈവം. അപ്പൊ അങ്ങനെ ആ ഒരു കൂട്ടർക്ക് മറ്റു നമ്മുടെ രാജ്യത്തെ ആയിക്കൊള്ളട്ടെ, മറ്റു വിഭാഗത്തെ ആയിക്കൊള്ളട്ടെ വണങ്ങാൻ കഴിയില്ല എന്നുള്ള ഒരു തീവ്രമായിട്ടുള്ള ഒരു വിശ്വാസം അവരിൽ അടങ്ങിയിരിക്കുന്നു. അപ്പൊ അതുകൊണ്ടാണ് ശരിക്കും വന്ദേ മാതരത്തെ ദേശീയ ഗീതമായിട്ട് പ്രഖ്യാപിച്ചത്. അപ്പൊ ഇന്നും നമ്മൾ നോക്കിക്കാണുന്നത്, നമുക്കറിയാം, നമ്മൾ മറ്റു രാഷ്ട്രങ്ങളിൽ, പ്രത്യേകിച്ച് ഇസ്രായേൽ പാലസ്തീൻ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ ഐക്യദാർഢ്യ പ്രകടനങ്ങളും മറ്റുമൊക്കെ നടത്തുന്നത് കാണാം. പക്ഷേ ആ പ്രകടനങ്ങൾ നടത്തുന്നത് എന്തിന്റെ പേരിലാണ്? നടത്തുന്ന മതത്തിന്റെ പേരിലല്ലേ? അപ്പോ ആ മതത്തിന്റെ പേരിൽ തന്നെയാണ് ഈ ഒരു ദേശീയ ഗീതത്തെയും അംഗീകരിക്കാനോ ഈ പറയുന്ന പോലെ അത് പാടാനോ അവർ തയ്യാറാകാത്തത് മതത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം ആണ്. കൂടുതലൊന്നും പറയണ പഹൽഗാം വിഷയം നടന്നപ്പോൾ പോലും അവിടെ പോലും മതപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഒരു രണ്ട് ചേരിതിരിഞ്ഞ് നമ്മുടെ ഇന്ത്യക്ക്, നമ്മുടെ രാജ്യത്തിന് ഭീഷണിയായ ഒരു സംഭവത്തിൽ പോലും മതപരമായി ചേരിതിരിഞ്ഞ് അത് ആര് നടപ്പാക്കിയെന്നാണ് പറഞ്ഞത്? അത് രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി സർക്കാർ നടപ്പാക്കിയതാ എന്നാണ് ഭൂരിപക്ഷം പേരും പറഞ്ഞത്. ഭൂരിപക്ഷം എന്ന് പറയാൻ പാടില്ല, നമ്മുടെ രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾ എന്നറിയപ്പെടുന്ന വിഭാഗം. അതന്നെ, ആ സമൂഹത്തിലെ ഒരു വലിയൊരു വിഭാഗം പേരും പറഞ്ഞിരുന്നത് അങ്ങനെ തന്നെയായിരുന്നു. അതോടൊപ്പം തന്നെ മുംബൈ തീവ്രവാദ ആക്രമണം നടന്നപ്പോഴും ഇതേ ഒരു സ്റ്റാൻഡായിരുന്നു എടുത്തിരുന്നത്. അതോടൊപ്പം തന്നെ ഗുജറാത്ത് കലാപത്തിന്റെ കാലത്തും ഇതേ ഒരു സ്റ്റാൻഡ് തന്നെയായിരുന്നു എടുത്തിരുന്നത്. അപ്പോൾ വന്ദേ ഭാരതത്തിന്റെ കാര്യത്തിലും വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവാൻ വഴിയില്ലല്ലോ. വന്ദേ ഭാരതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ 150-ാം വാർഷികം ആഘോഷിക്കുന്നുണ്ട് എങ്കിലും രണ്ട് സന്ദർഭങ്ങൾ വന്നിട്ടുണ്ട് വന്ദേ ഭാരതവുമായി ബന്ധപ്പെട്ടുകൊണ്ട്. നമ്മൾ 1990-കളിൽ സുലൈമാൻ സൈറ്റ് എന്ന് പറഞ്ഞ ഒരു വ്യക്തി ഉണ്ടായിരുന്നു. നമ്മൾ കേരളത്തിൽ മുസ്ലിം ലീഗിന് രണ്ട് MP മാരായിരുന്നല്ലോ ഉള്ളത്, ഒന്ന് ബനായത്ത് വാലയും ഒന്ന് സുലൈമാൻ സൈറ്റും. വാജ്പേയി അന്ന് വന്ദേ മാതരം ആലപിച്ചപ്പോൾ ഇദ്ദേഹമൊക്കെ എതിർക്കുകയാണ് ചെയ്തത്. ഇദ്ദേഹമൊക്കെ ശക്തമായിട്ട് എതിർക്കുകയാണ് ചെയ്തത്, സുലൈമാൻ സൈറ്റൊക്കെ. ഇന്നും പരസ്യമായിട്ട് രണ്ട് MP മാർ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ വന്ദേ മാതരം ആലപിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരാള് സമാജ്വാദി പാർട്ടിയുടെ MP യും മറ്റേ ആള് നാഷണൽ കോൺഫറൻസിന്റെ MP. ഇതെല്ലാം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് ശരിക്കും? യഥാർത്ഥത്തിൽ ഇവരുടെ ഒരു ഐക്യം കൂറ് എന്തിനെയാണെന്നാണ് സൂചിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ? തീർച്ചയായും മതം, അല്ലാതെ രാജ്യം അവർക്ക് എപ്പോഴും ഒരു സെക്കൻഡ് ഓപ്ഷൻ പോലും ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പൊ എന്തെങ്കിലും ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ മതപരമായി ഒറ്റക്കെട്ടായി നിൽക്കും, രാജ്യത്തിനെതിരെ തിരിയുന്ന ആൾക്കാരാണ് സത്യം പറഞ്ഞാൽ ഇത്തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നതാണ് എന്റെ ഒരു കാഴ്ചപ്പാട്. അത് കഴിഞ്ഞ ദിവസം നമുക്കറിയാമല്ലോ, ഹോർത്തസിന്റെ ഒരു ചർച്ചയിൽ വെച്ചുകൊണ്ട് ഒരുപാട് അംബേദ്കറൈറ്റുകൾ ഉണ്ടായിരുന്നു. അംബേദ്കറൈറ്റുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അംബേദ്കർ ഹിന്ദുത്വത്തെ പറ്റി പറഞ്ഞത് അവർ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. പക്ഷെ അംബേദ്കർ മറ്റു സമൂഹത്തെ പറ്റി പറഞ്ഞത് അവർ ബോധപൂർവം വിസ്മരിക്കുന്ന ഒരു കാഴ്ചയാണ്. അതിനെ ശ്രീജിത്ത് പണിക്കർ വളരെ വ്യക്തമാക്കിയില്ലേ? അദ്ദേഹം പുസ്തകത്തിന്റെ പേരടക്കം പറഞ്ഞ് വ്യക്തമാക്കിയില്ലേ? ഇപ്പൊ അന്ന് അംബേദ്കർ പറഞ്ഞ വാചകങ്ങൾ കാലത്തിന് മുന്നേ സഞ്ചരിച്ച വാചകങ്ങളായിരുന്നു എന്നുള്ളത് നമുക്ക് ഇന്ന് ബോധ്യപ്പെടുന്നില്ലേ? അപ്പൊ പലരുടെയും പ്രവൃത്തി കാണുമ്പോൾ അത് നമുക്ക് ബോധ്യപ്പെടുന്നില്ലേ? അപ്പൊ അതാണ് യഥാർത്ഥത്തിൽ ഈ വന്ദേ മാതരത്തിന്റെ കാര്യത്തിലും സംഭവിച്ചിട്ടുള്ളത്. ആ ഒരു ദേശീയ ഗീതം ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയിട്ടുള്ള ഒരു വിഷയമല്ല എന്നുള്ളതാണ്. കാരണം ഇതിനു മുന്നേയും പല സന്ദർഭങ്ങളിലും നമുക്കറിയാം, 1923 കോൺഗ്രസിന്റെ കൺവെൻഷനിൽ ഈ ഒരു വന്ദേ മാതരം പാടാൻ വേണ്ടിയിട്ട് നമ്മുടെ അലി സഹോദരന്മാരുണ്ടല്ലോ, അലി സഹോദരന്മാർ എന്തിനു വേണ്ടിയിട്ടാണ് അവര് ഖിലാഫത്ത് മൂവ്മെന്റ് ആണ് അവർ സ്ഥാപിച്ചത്. അത് സ്ഥാപിച്ച് അവര് ഇത് ആലപിക്കാനായിട്ട് തയ്യാറല്ലായിരുന്നു. അപ്പൊ നമുക്കറിയാം എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഖിലാഫത്ത് മൂവ്മെന്റ് പോലും സ്ഥാപിച്ചത് എന്നുള്ളത് നമുക്ക് ബോധ്യപ്പെടേണ്ടേ? അത് രാജ്യത്തിന് വേണ്ടിയായിരുന്നു. പക്ഷെ നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടുകയാണല്ലോ. നമ്മൾ പഠിക്കുന്നതെല്ലാം അത് രാജ്യത്തിന് വേണ്ടിയായിരുന്നു എന്നുള്ള ഒരു തരത്തിലാണ് നമ്മൾ പഠിക്കുന്നത്. യഥാർത്ഥത്തിൽ അത് രാജ്യത്തിന് വേണ്ടിയൊന്നും ആയിരുന്നില്ലല്ലോ. യഥാർത്ഥത്തിൽ അവരുടെ കൂറ് എന്തിനോട് വേണ്ടിയായിരുന്നു? അവരുടെ മതത്തോട് വേണ്ടി തന്നെയായിരുന്നു. അപ്പൊ അവരുടെ മതത്തോടുള്ള കൂറ് കൊണ്ടാണ് അവര് വന്ദേ മാതരം ആലപിക്കാൻ തയ്യാറാകാതിരുന്നത് 1923. അതിനുശേഷം വീണ്ടും നമുക്കറിയാം സുലൈമാൻ സൈറ്റിന്റെ കാലഘട്ടം ഇതേ ഒരു നിലപാട് തന്നെ ഉണ്ടായിരുന്നു. മുസ്ലിം ലീഗ് ഇതേ ഒരു നിലപാട് തന്നെയാണ് രേഖപ്പെടുത്തിയിരുന്നത്. അത് തന്നെയാണ് ഇന്ന് പ്രധാനമന്ത്രി തുറന്നു പറഞ്ഞിരിക്കുന്നത്. നെഹ്റു എല്ലാം ന്യൂനപക്ഷ പ്രീണനത്തിന്റെ ഭാഗമായിട്ടാണ് ഈ വന്ദേ മാതരത്തെ സൈഡ് ലൈൻ ചെയ്തിരിക്കുന്നു എന്നുള്ളത്.
നമ്മുടെ പ്രിയങ്ക ഗാന്ധിന്റെ വിഷയത്തിലേക്ക് തന്നെ വരാം. പ്രിയങ്ക ഗാന്ധി പറയുന്നത് നമ്മുടെ നെഹ്റു ഉള്ളത് കൊണ്ടാണ് ISRO സ്ഥാപിതമായത്, നമ്മൾ ഇന്ന് തേജസ് വിമാനമൊക്കെ ഉണ്ടാക്കാനായത് അവർ കാരണമാണ്. അത് മാത്രമല്ല എയിംസ് സ്ഥാപിച്ചത് കൊണ്ടാണ് നമുക്കിന്ന് കൊറോണ വാക്സിൻ നമ്മുടെ രാജ്യത്തിന് ഉണ്ടാക്കാൻ സാധിച്ചത്. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തിന്റെ സകല ക്രെഡിറ്റുകളും രാജ്യത്തിന് തന്നെ നെഹ്റുവിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കോൺഗ്രസിന് വേണ്ടി എഴുതി കൊടുക്കുന്ന പോലെയുള്ള നിലപാടാണ് ഈ വന്ദേ മാതരത്തിന്റെ 150ാം വാർഷിക വേദിയിൽ വെച്ച് രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് അവർ പറഞ്ഞത്. അല്ല അങ്ങനെ പറയുമ്പോൾ ഞാൻ പറയുന്നു, നമ്മുടെ നാട്ടിൽ ഇന്ന് നമ്മുടെ പോപ്പുലേഷൻ ഇന്ന് ഒരു 150 കോടിയാണ്. ഈ 150 കോടി ജനങ്ങൾ ഉള്ളതിൽ ഒരു 82 കോടി ജനങ്ങൾക്കും സുഖസൗകര്യങ്ങളോടുകൂടി കഴിയാൻ കഴിയുന്നുണ്ടോ? കഴിയുന്നില്ലല്ലോ. അപ്പോ അവരെ ഇങ്ങനെ ആക്കി തീർത്തതും അങ്ങനെയാണെങ്കിൽ ഈ കോൺഗ്രസ് കുടുംബം അല്ലേ? അവരെ ഇങ്ങനെ ആക്കി തീർത്തതും ഇന്ത്യയെ ഒരു ദരിദ്ര രാജ്യമാക്കി മാറ്റിയതും ഈ കോൺഗ്രസിന്റെ കുടുംബം അല്ലേ? അതും അവർ സമ്മതിക്കേണ്ട ആവശ്യമല്ലേ? അവരെന്നും സ്വാതന്ത്ര്യത്തെ കുറിച്ച് വാചാലമാകേണ്ടതുണ്ട്. എന്നും അവര് സ്വാതന്ത്ര്യം നേടിത്തന്നത് അവരുടെ ആ ഒരു കുടുംബ പശ്ചാത്തലമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ പാടിപ്പോ വരുത്താറുണ്ട്. പക്ഷേ അവര് എപ്പോഴെങ്കിലും നമ്മൾ കേട്ടിട്ടുണ്ടോ ഈ പാർട്ടീഷൻ വഹിച്ചു വെച്ചിട്ടുള്ള 20 ലക്ഷം പേരാണ് ഇന്ത്യ പാർട്ടീഷൻ കാലത്ത് കൊല്ലപ്പെട്ടിട്ടുള്ളത്. അതിന്റെ പാപഭാരം ഏറ്റെടുക്കാൻ എന്തെങ്കിലും അവർ തയ്യാറായിട്ടുണ്ടോ? ഒരിക്കലുമില്ല. സ്വാതന്ത്ര്യത്തിന്റെ മേനി പറയുന്ന അവരെ ഈ പറയുന്ന പാർട്ടീഷനിലൂടെ മരിച്ച ജനങ്ങളുടെ പാപഭാരം ഏറ്റെടുക്കാൻ ഇന്നേ വരെ തയ്യാറായിട്ടുള്ള എന്നുള്ളതാണ് വസ്തുത എന്നുള്ളത്. മാത്രമല്ല പിന്നെ നമ്മുടെ വന്ദേ മാതരത്തിന്റെ 100ാം വാർഷിക സമയത്താണ് നമ്മുടെ എമർജൻസി പീരീഡ്, അടിയന്തരാവസ്ഥ കാലം. അന്ന് ആർക്കെങ്കിലും ഈ വന്ദേ മാതരം ആലപിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമായിരുന്നില്ല. ജനാധിപത്യത്തെ തന്നെ കശാപ്പ് ചെയ്യുന്ന ഒരു കാഴ്ചയല്ലായിരുന്നു നമ്മൾ അവിടെ കണ്ടിരുന്നത്. വന്ദേ മാതരം പോയി നമുക്ക് നമ്മുടെ അഭിപ്രായങ്ങളൊന്നും ഉറക്കെ പറയാം. ജയിലിലായിരുന്നല്ലോ, പ്രതിപക്ഷ നേതാക്കളെ പോലും ജയിലിലടച്ചിട്ടുള്ള ഒരു സന്ദർഭമായിരുന്നല്ലോ അത് എന്ന് പറയുന്നത്. മാത്രമല്ല ഒരു കൂട്ടം പുരുഷന്മാരെ നിർബന്ധിത വന്ധ്യീകരണം നടത്തി. അതെല്ലാം നടത്തിയിട്ടുണ്ട്, നിർബന്ധിത വന്ധ്യീകരണം നടത്തിയിട്ടുണ്ട്. ഇന്ത്യ എന്നാൽ ഇന്ത്യയാണ് എന്നുള്ള ഒരു ഡിക്റ്റേറ്റർ ലെവലിലേക്ക് അവർ നീങ്ങുന്ന ഒരു കാഴ്ചയാണ് അന്ന് കണ്ടിട്ടുണ്ടായിരുന്നത്. വന്ദേ മാതരത്തിന്റെ കേസിൽ ഇത് ഇന്നും പരസ്യമായിട്ട് 2 MP പറഞ്ഞിരിക്കുന്നത്. ഒന്ന് നാഷണൽ കോൺഫറൻസിന്റെ MP, മറ്റൊന്ന് സമാജ്വാദി പാർട്ടിയുടെ MP. ഈ സമാജ്വാദി പാർട്ടിയൊക്കെ ആരോടൊപ്പമാണ്? ഇന്ത്യ സഖ്യത്തോടൊപ്പമല്ലേ? അപ്പൊ ഈ ഒരു വ്യക്തികളെ തിരുത്താനായിട്ട് കോൺഗ്രസിന്റെ നേതാക്കന്മാർക്ക് കഴിയുമോ? തങ്ങളുടെ സഖ്യത്തിലുള്ള ഈ നേതാക്കൾ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലും. അവര് ഇപ്പോഴും നിലനിന്ന് പോകുന്നത്, തുടക്കത്തിലും അതായത് നമ്മുടെ സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പും ഇപ്പോഴും അവർ നിലനിന്ന് പോകുന്നത് പ്രീണനത്തിലൂടെ അല്ലാതെ മറ്റൊരു രീതിയിലേ അല്ല. നമ്മുടെ ജമ്മു കാശ്മീർ വിഷയത്തിൽ പോലും വന്നാൽ എന്തിന് നമ്മുടെ മുഹമ്മദ് അലി ജിന്നെ എല്ലാവരെയും പ്രീണിപ്പിച്ച് മുന്നോട്ട് പോകുന്ന അവർക്ക് ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല അവർക്ക് ഒരിക്കലും നമ്മുടെ സ്വാതന്ത്ര്യത്തിന്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഈ ഒരു ക്രെഡിറ്റ് തട്ടിയെടുക്കാൻ സാധിക്കുമെന്ന്. അല്ല, അത് ഒരു പ്രീണനത്തിലൂടെ മാത്രം മുന്നോട്ട് പോകുന്ന ഒരു രാഷ്ട്രീയ കക്ഷികൾ തന്നെയാണല്ലോ. അവർ എത്രയൊക്കെ മതേതരത്വം പറയാൻ ശ്രമിച്ചാലും അവർ പ്രീണനത്തിലൂടെ മാത്രം മുന്നോട്ട് പോകുന്ന ഒരു രാഷ്ട്രീയ കക്ഷികളാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ MP മാരെങ്കിലും പറഞ്ഞവർ ബോധ്യപ്പെടുത്തേണ്ടേ? കുറഞ്ഞ പക്ഷം വന്ദേ മാതരത്തെ ബഹുമാനിക്കണമെന്ന് ബോധ്യപ്പെടുത്തേണ്ടതല്ലേ? ഇത് കഴിഞ്ഞ ഇടയ്ക്കാണോ എന്ന് എനിക്ക് തോന്നുന്നു കോൺഗ്രസിന്റെ ഒരു MP വന്ദേ മാതരം എന്ന് പറയാതെ വന്ദേ ഭാരത് എന്ന് തന്നെ അതുപോലെ തന്നെ അതൊരു ഏതാനും മാസങ്ങൾക്ക് മുമ്പാണല്ലോ തിരുവനന്തപുരത്തെ മുൻ DCC പ്രസിഡന്റ് ജനഗണമന പാടിയപ്പോൾ അദ്ദേഹം വരുത്തിവെച്ചിട്ടുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ ഓർമ്മ വരുന്നത്. അപ്പൊ ഇത്രമാത്രം കെയർലെസ് ആണ് ഇവരുടെ നേതാക്കന്മാർ എന്നുള്ളത് യാതൊരു സംശയമില്ലല്ലോ. അപ്പൊ ഞാൻ ഇന്ന് ഓർത്തു പോകുന്നത് അന്ന് ശ്രീജിത്ത് പണിക്കർ പറഞ്ഞിട്ട് ആ ഒരു ഡയലോഗാണ്. അന്ന് അംബേദ്കർ ഇവരെ പറ്റി പറഞ്ഞിട്ടുള്ള ആ വരികളുണ്ടല്ലോ, അത് കാലത്തിന് മുന്നേ സഞ്ചരിച്ച വാക്കുകളായിരുന്നു തോന്നുന്നുണ്ടോ ശരിക്കും? അംബേദ്കറിന്റെ അല്ലേ? അപ്പൊ അത് തന്നെയാണ് ഇതിലും പ്രതിഫലിക്കുന്നത്. അപ്പം മതം കടന്നു വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ടേ ബാക്കി എന്തുമുള്ളൂ എന്നുള്ള ഒരു നിലപാടാണ് പലർക്കും, പ്രത്യേകിച്ച് നമ്മുടെ രാജ്യം മതത്തിന്റെ പേരിലാണല്ലോ വിഭജിക്കപ്പെട്ടു പോയിട്ടുള്ളത്. അപ്പൊ അതേ നിലപാട് തന്നെയാണ് ഇന്നും സ്വീകരിച്ചു പോന്നിട്ടുള്ളത് പലരും. മാത്രമല്ല അംബേദ്കർ പണ്ടേ പറഞ്ഞതാണ് ഒരു ഹിന്ദു ഭൂരിപക്ഷം രാജ്യം ഭരിക്കുന്ന ഒരു കാലം വന്നു കഴിഞ്ഞാൽ ഒരിക്കലും ഈ ന്യൂനപക്ഷങ്ങൾക്ക് അത് താങ്ങാനാകില്ല എന്ന് അദ്ദേഹം ഈ മതത്തെ കുറിച്ച് വിശദമായി പഠിച്ചപ്പോഴേ എന്ന് പറഞ്ഞതാ. ഈ ഇപ്പോ ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ സൗകര്യപൂർവ്വം അവര് മറക്കുകയാണ്, പലതും സൗകര്യപൂർവ്വം മറക്കുകയാണ്. നമ്മളിപ്പോ ഗാന്ധിക്ക് നേരെയുള്ള വധശ്രമത്തെ പറ്റി നമ്മൾ പറയും, എപ്പോഴും നമ്മളത് പറയും. ഗാന്ധിക്ക് നേരെയുള്ള വധശ്രമത്തെ പറ്റി നമ്മൾ എപ്പോഴും പറയും. പക്ഷേ സർദാർ വല്ലഭായ് പട്ടേലിന് നേരെയുള്ള വധശ്രമത്തെ പറ്റി നമ്മൾ ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടോ? അത് നടപ്പാക്കിയത് ആരായിരുന്നു എന്ന് അല്ല ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടോ? അപ്പൊ വേണ്ട കാര്യങ്ങളെല്ലാം തന്നെ സൈഡ് ലൈൻ ചെയ്തുകൊണ്ട് ഒരു പ്രത്യേക വിഭാഗത്തെയും ഒരു പ്രത്യേക കുടുംബത്തെയും വൈറ്റ് വാഷ് ചെയ്തിട്ടുള്ള ഒരു ഹിസ്റ്ററി മാത്രമാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയുടെ ചരിത്രത്തോട് നമ്മൾ ചെയ്യുന്ന ഒരു ദ്രോഹമാണ് യഥാർത്ഥത്തിൽ. ഈ അവസരത്തിൽ നമുക്ക് ഒന്നുകൂടി പൂരിപ്പിക്കാം. അതായത് ഈ കുടുംബം കാരണം ഇന്ന് ഇന്ത്യ ഈ ഒരു അവസ്ഥയിൽ എത്തി നിൽക്കുന്ന ഇന്നത്തെ അവസ്ഥയില 10 കൊല്ലം മുമ്പുള്ള ഇന്ത്യയുടെ അവസ്ഥ എന്ന് പറയുന്നത് ഈ കുടുംബം വരുത്തി വെച്ച എല്ലാ എന്താ പറയാ കൊള്ളരുതായ്മ, സിഖ് കൂട്ടക്കൊലകൾ മുതൽ എമർജൻസി മുതൽ ഇന്ത്യയുടെ രാജ്യ വിഭജനം മുതൽ
എല്ലാം ഈ കുടുംബം വരുത്തി വെച്ചിട്ടുള്ള നാശമാണ് ഇന്ത്യക്ക് നൽകിയിട്ടുള്ളത്. എന്നിട്ട് എങ്ങനെ ഇവർക്ക് ഇതൊക്കെ അഭിമാനത്തോടെ അല്ല, വിളിച്ചു പറയാൻ ഇന്ന് സാധിക്കുന്നത്? അതുകൊണ്ടാണ് നമ്മളൊന്ന് മനസ്സിലാക്കേണ്ട ഒരു വസ്തുത എന്നുള്ളത് 1950 തുടങ്ങിയ 1950 അവർ അല്ല ഇതിന് മുമ്പ് തെരഞ്ഞെടുപ്പ് നേരിട്ടിട്ടുണ്ട്. അന്ന് അവർക്ക് മൃഗീയമായിട്ടുള്ള ഭൂരിപക്ഷം എല്ലാം ലഭിച്ചിരുന്നല്ലോ. ഇന്ന് അവരുടെ അവസ്ഥ എന്താണ്? 3 സംസ്ഥാനങ്ങളിൽ ചുരുങ്ങി ലോക്സഭയിൽ 100 കൂട്ടുകക്ഷികളുടെ അതും കൂട്ടുകക്ഷികളുടെ ബലത്തിൽ മാത്രം പിടിച്ചു നിൽക്കുന്ന ഒരു സമൂഹമായിട്ട് അവർ മാറിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവരുടെ കയ്യിലിരിപ്പിന്റെ ഭാഗമായിട്ട് തന്നെയാണ് അത് അവർ മറന്നു പോകുന്നു. എന്നിട്ട് അവര് ഈ പറയുന്ന ഇതിനെല്ലാം തന്നെ ക്രെഡിറ്റ് എടുക്കാനായിട്ട് ഇറങ്ങി പുറപ്പെട്ടിട്ട് ഇരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇതേ പ്രിയങ്ക ഗാന്ധി തന്നെ എവിടെ നിന്നാണ് മത്സരിക്കുന്നതെന്ന് നമ്മൾ ഓർക്കണം. ഏത് കോൺഗ്രസിന് ഏത് കുറ്റിച്ചൂലും കൊണ്ട് നിർത്തിയാൽ വിജയിക്കുന്ന ഒരു സ്ഥലത്ത് നിന്നിട്ടാണ് പ്രിയങ്ക ഗാന്ധി മത്സരിക്കുന്നത്. ആ ഒരു പാർട്ടിയുടെ അന്നത്തെ MP തന്നെയാണ് പറഞ്ഞത് തങ്ങൾക്ക് വന്ദേ മാതരം പാടാൻ കഴിയില്ല എന്ന് പറഞ്ഞത്. സുലൈമാൻ സൈറ്റ് ഇന്ന് ആരുടെ മുസ്ലിം ലീഗിന്റെ ബലത്തിലാണ് പ്രിയങ്ക ഗാന്ധി വിജയിക്കുന്നത്. ഇതേ മുസ്ലിം ലീഗിന്റെ MP തന്നെയാണ് അന്ന് പറഞ്ഞത് എനിക്കത് പാടാൻ കഴിയില്ല, മതപരമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് പാടാൻ കഴിയില്ല എന്ന് പറഞ്ഞതും ഇതേ ഈ പാർട്ടിയുടെ MP തന്നെയാണ്. ആ ഒരു കോൺസ്റ്റിറ്റ്യുവൻസി നിന്നിട്ടാണ് പ്രിയങ്ക ഗാന്ധി ഇത്തരം വിഡ്ഢിത്തരങ്ങൾ പുലമ്പുന്നു എന്നുള്ളത് അതിശയകരമാണ്.